അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സിനാൻ്റെ ഉമ്മ വിളിച്ചു പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഉമ്മ ഓർക്കുന്നു. എൻ്റെ റബ്ബേ, എന്താണിതിപ്പോൾ? എനിക്കറിയണില്ല. ഇപ്പോൾ പുതിയാപ്പിൾക്കാണുള്ള കുറ്റം മുഴുവനും. എന്തൊക്കെ തന്നെയായാലും എൻ്റെ കുട്ടീനെ ഇനിയിപ്പോൾ അങ്ങോട്ട് വിടാനേ എനിക്ക് തോന്നുന്നില്ല. ആരെ വിശ്വസിക്കുക? സിനാൻ എങ്ങനെ ഓല് കുറ്റം പറയുന്നുണ്ട്. എന്നാലും എൻ്റെ സിനാന് വല്ലാത്തൊരു സാധനം തന്നെ. എൻ്റെ കുട്ടീനെ കുറേ കടുപ്പം കാട്ടി. ഇനി പറഞ്ഞേക്കൂല. ഉമ്മയുടെ മനസ്സിൽ അതുതന്നെയായിരുന്നു ചിന്ത. അത് കേട്ടുകൊണ്ട് മുഹ്സിന അങ്ങോട്ട് വരുന്നു. ഉമ്മ. ആ മുഹ്സിയെ, ആരാ വിളിച്ചത്? മോളെ, അത് നിങ്ങൾ അവിടുത്തെ ഉമ്മയാണ്, സിനാൻ്റെ ഉമ്മയാണ്. ഓല് പറയാണ് എൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ അഥവാ തെറ്റ് പറ്റിക്കണമെങ്കിലും ക്ഷമ പറയാനും ഞാൻ തയ്യാറാണ്. മുഹ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം തന്നെ പറയണത്. അത് കേട്ട് മുഹ്സിന ശരിക്കും ഞെട്ടി. മോളെ, പറയണേ കേട്ടോ, സിനാനാണ് എല്ലാതും, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഉമ്മ പറയണത്. മുഹ്സിന അത് ആലോചിച്ചു. പഠിച്ചോനെ, സിനോട് ഇതുവരെയായിട്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഉമ്മയാണെങ്കിലോ, ഇടയ്ക്കിടെ ഓരോ വാക്കുകളൊക്കെ പറയുന്നത് കേട്ടാൽ. തൽക്കാലം അതൊന്നും ഉമ്മയോട് പറയണ്ട, മുഹ്സിന തീരുമാനിക്കുന്നു. മോളെ, ഓൽ അങ്ങനെയൊക്കെ കരഞ്ഞു പറഞ്ഞാലും നമ്മളെ മനസ്സലിയാൻ പാടില്ല. കാരണം ഓല് ചെയ്തതും കാട്ടുകാരൻ്റെ കയ്യുമ്മത്തെ മുറിവ് പൊണങ്ങിയോ ഇല്ലല്ലോ. ഇപ്പം എന്താ വയറ്റിനുള്ളിൽ എന്തൊക്കെയാണ് അയക്കണേ, ഡോക്ടർ ഡേറ്റ് തരാമെന്നൊക്കെ പറഞ്ഞേക്കണ്. അതൊക്കെ ഒന്ന് കാണിക്കാൻ വരാനൊക്കെ. അത്രക്കും വലിയ വിഷമുള്ള മരുന്നും അതൊക്കെ കുത്തി കയറ്റിയിട്ട് ഇപ്പോൾ ഇനി അങ്ങോട്ട് ചെല്ലണം എന്നാണല്ലോ ഓല് പറയണത്. എന്താ ഓല് മനസ്സിലേ? മുഹ്സിന ഒന്നും മിണ്ടിയില്ല. തൻ്റെ പ്രിയപ്പെട്ട് സിനാൻ അവിടെ ഉണ്ടെങ്കിൽ അവൾ എങ്ങോട്ട് പോകാനും തയ്യാർ തന്നെയാണ്. കാരണം അവൾക്ക് അത് മറക്കുവാൻ കഴിയുന്നില്ല സിനാനെ. സിനു, എന്നോട് അങ്ങനെയൊക്കെ ചെയ്തത് എന്തിനാ നമ്മളെ കുഞ്ഞിനെ നശിപ്പിച്ചത്? സിനു, എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എനിക്ക് എത്ര ഇഷ്ടമായിരുന്നു അങ്ങനെ ഒരു കുഞ്ഞിനെ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു. എൻ്റെ സിനു ഗൾഫിലേക്ക് പോയാലും എനിക്ക് എൻ്റെ കുഞ്ഞുണ്ടാവുമല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ അത് അങ്ങനെ ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചില്ല. അല്ലാ, എൻ്റെ കുഞ്ഞ് കാരണം നല്ല ആരോഗ്യമുള്ള കുഞ്ഞായിരിക്കും, പക്ഷെ ജീവിക്കാൻ സമ്മതിച്ചില്ല. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പക്ഷേ ഇത് തെളിയുന്നില്ലല്ലോ ആരാണെന്താ ചെയ്തതെന്ന്. ഉമ്മ പറയുന്നു സിനു ആണെന്ന്. പഠിച്ചോനെ, സിനു അങ്ങനെ ചെയ്യോ? ഒന്ന് നേരിട്ട് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്കൊന്ന് ചോദിക്കാമായിരുന്നു. പക്ഷേ നേരിട്ട് ചോദിക്കുവാനുള്ള ഒരവസരവും ആരും ഉണ്ടാക്കി തരുന്നില്ല. മോളെ, ഉമ്മ വിളിക്കുന്നു. ആ മോളെ, നീ എന്താ ആലോചിക്കുന്നത്? ഉമ്മ, അതല്ല, എനിക്ക് പറഞ്ഞോ. സിനുവിനൊന്ന് കണ്ടാൽ. എന്തിനു നിനക്ക് സിനുവിനെ കാണുന്നത്? ആ തള്ള പറയണ കേട്ടില്ലേ? ഉമ്മ, വേണ്ട, അങ്ങനെയൊന്നും വിളിക്കണ്ട. അല്ല മോളെ, ഞാൻ സങ്കടം കൊണ്ട് വിളിച്ചു പോയതാണ്, അല്ല എനിക്കിപ്പോൾ പൂതി ഉണ്ടായിട്ടൊന്നുമില്ല. അല്ലേ, ഓല അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? എന്നാലും സിനാനാണ് ഉള്ള കുറ്റങ്ങളൊക്കെ ചെയ്തതെന്നാണ് ആ ഉമ്മ പറയണത്. ഞമ്മക്കിപ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് എൻ്റെ കുട്ടിൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു, അതപ്പം ഉണ്ടായത്. എൻ്റെ കുട്ടീൻ്റെ ആരോഗ്യവും അതെനിക്ക് വീണ്ടെടുക്കണം. എൻ്റെ കുട്ടീൻ്റെ ഉപ്പ തറിഞ്ഞ് എത്ര സങ്കടം ഉണ്ടാവും. ഉപ്പ മരിച്ചു പോയിട്ടല്ലേ. മോളെ, പൊന്നു മോളെ, ദയവായി ഓനെ കാണുന്ന നീ പറയല്ലേ. ഓൻ്റെ പെറ്റുമ്മനാണ് ഈ വിളിച്ചു പറയണതേ. എല്ലാത്തിനും കാരണം ഓനാണ്. സ്വന്തം മോനെ കുറിച്ച് ഏതെങ്കിലും ഉമ്മാരിങ്ങനെ പറയുമോ? ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നതും കേൾക്കുന്നതും. എന്നാലും സിനാനെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഉമ്മ, സിനു അങ്ങനൊന്നും ചെയ്യില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. എന്താണ് നിനക്ക് ഇത്ര ഉറപ്പ്? 1.5 മാസത്തോളം ഇതിപ്പോൾ 1-2 വട്ടമല്ലേ ഞാൻ പറയണത്. അന്നെ വിളിക്കാതെയും മിണ്ടാതെയും പറയാൻ നിന്നിട്ട് എത്ര കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ടിക്കണ് എനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെയൊക്കെ കാട്ടി ഓനക്കിപ്പോൾ ഈ ഒരു ഗുളിക കൊടുക്കാനാ പണി? ഉമ്മ, എനിക്ക് തോന്നുന്നില്ല സിനു അങ്ങനെ ചെയ്യുമെന്ന്. പിന്നെ എന്താടി ഈ പറയണൊക്കെ? ഓരണീ പറഞ്ഞ ഓരോ സ്വന്തം വീട്ടുകാരെ പറയണത്. നമ്മൾ വേറെ കളവുണ്ടാക്കി പറയില്ല. ഞമ്മക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓല വായോണ്ട് തന്നെയാണ് ഓലി പറയണത്. എന്തൊക്കെയാണ് ഇപ്പോൾ വിളിച്ച് പറഞ്ഞത്? ഓൾക്ക് സങ്കടം ഉണ്ടല്ലോ ആ താത്താക്ക്. മുഹ്സിൻ അവിടെ ഇല്ലായിട്ട് സങ്കടമുണ്ട്. ഓളൊന്ന് പറഞ്ഞേക്കണം, എനിക്ക് ഓളില്ലാതെ കഴിയണില്ല, എന്താ ചെയ്യുക, അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഞാൻ കണ്ണീരോടെ പറയാണ്. എൻ്റെ സിനാൻ്റെ ഒരു കുറ്റം ചെയ്യലുകൊണ്ട് എനിക്കിപ്പോൾ നല്ലൊരു മരുമകളാണ് നഷ്ടപ്പെട്ടത് എന്ന് വരെയാണ് പറയണത്.
ഓലെ വാക്കിനും ചില സമയത്ത് വിലയില്ലാത്ത പോലെയാണ്. അങ്ങനെ ഒരു മരുമകളെ ഇല്ല, അതും പറയണ കേട്ടിരുന്നു. ആർക്കറിയാം, എന്താ വിശ്വസിക്കുക, ആരുടെ വിശ്വസിക്കുക, ആരോട് പറയാ? പഠിച്ചോനെ, എല്ലാം ഈ കാണുന്നുണ്ടല്ലോ. അന്ന് ഉച്ചയോടുകൂടി അതാ ഉസ്താദ് വീട്ടിലേക്ക് വരുന്നു. അവളുടെ ആങ്ങള. ഉമ്മ, എന്തൊരു മൂഡ് ഓഫ്. മുസ്സിയെ, നീ എവിടെ? ഇക്കക്ക, ഞാൻ ഇവിടെ ഉണ്ട്. എന്താ ഉമ്മ, നിങ്ങൾ എന്തൊരു സുഖമില്ലാത്ത പോലെ, എന്തു പറ്റി? മോനെ, ഓലെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. ആര്? മുഹ്സിൻ്റെ ഓലെ ഉമ്മ വിളിച്ചിരുന്നു. എന്തിനാ വിളിച്ചത്? ഓളെ അസുഖമൊക്കെ മാറിയിട്ട് ഓളെ അങ്ങോട്ട് കൊണ്ടുവന്നാക്കി തരുമെന്നാണ് ചോദിക്കണത്. എന്തിന്? എന്തോ ഉമ്മ, ഇനിയുള്ള കഷ്ടപ്പെടുത്താനോ? ഒരിക്കലും ആ പണിക്ക് നിൽക്കരുത്. എന്തൊക്കെ തന്നെയല്ലേ വേണ്ടില്ല, ഡൈവേഴ്സ് നമുക്ക് വാങ്ങണം നല്ലത്. ഇനി അവളെ ഇടങ്ങാറാക്കാൻ ആവില്ല. മോനെ, അവർ പറയണത് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല. ഇനി അഥവാ എന്തെങ്കിലും ചെറിയ തെറ്റ് പറ്റിപ്പോയിക്കണമെങ്കിൽ ക്ഷമിക്കണം. സിനാനാണ് എല്ലാം ചെയ്തത്, ഒരിക്കലും ഞങ്ങളല്ല. എനിക്കുള്ള ജീവനാണ്, ഓളില്ലാതെ എനിക്ക് നിൽക്കാൻ ഇവിടെ പ്രയാസമാണ് എന്നൊക്കെയാണ് മോനെ പറയണത്. ഉമ്മ, അങ്ങനെയൊക്കെ പലതും പറയും. അവൾക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ ഇഷ്ടമായിരിക്കും. കാരണം എന്തൊക്കെ തന്നെയാലും സിനാനെ ഓള് വെറുത്തിട്ടില്ല അല്ലേ? ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ പറഞ്ഞിട്ടും അവൾക്ക് നോ പ്രോബ്ലം. ഇപ്പോഴും അവൾ മനസ്സിലിഷ്ടമുണ്ട്. പക്ഷെ വീട്ടുകാർക്ക് അവളെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ്. നിങ്ങൾക്കറിയാലോ. കാരണം എന്താ, അവിടെ അവർ അത്രയും വലിയ വീടും സ്ഥലവും ഒക്കെ ഉണ്ട് അവർക്ക്. പക്ഷെ അതൊക്കെ കഷ്ടപ്പെട്ട് അവിടുത്തെ പണിയെല്ലാം എടുത്ത് കൊണ്ട് നടക്കാനാണ് ഇവള് മുഹ്സിന. ആ ഒരു കാര്യത്തിന് വേലക്കാരിയാക്കിയിട്ട് നമുക്കോൾ അങ്ങോട്ട് വിടണോ? ഉമ്മ ആലോചിക്ക്. മോനെ, എനിക്ക് ആഗ്രഹമൊന്നുമില്ലടാ. അവരങ്ങനെ പറഞ്ഞ് വിളിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തൊക്കെയൊന്ന് തോന്നിപ്പോയി. കാരണം നമ്മളിപ്പോൾ ഈ ബന്ധം അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് വേറൊരു ബന്ധത്തിനോട് ഉണ്ടാകുകയാണെങ്കിൽ ഇനിയിപ്പോൾ എങ്ങനെയൊക്കെയുള്ള സ്ഥിതി പറയാൻ പറ്റൂലല്ലോ. കാരണം കണ്ണീര് തട്ടാൻ പാടില്ലേ ഉമ്മ? എന്ത് കണ്ണീര്? അതൊക്കെയാണ് കണ്ണീര്. ഒരു പെണ്ണിനെ അത്രയും കഷ്ടപ്പെടുത്തിയിട്ട് അവളെ ഉപദ്രവിക്കുക, ആയുധം കൊണ്ട് മുറിവേൽപ്പിക്കുക, പോരാത്തിന് ഓരോ മെഡിസിൻസ് കൊടുത്ത് അവളുടെ ശരീരത്തിൻ്റെ ആരോഗ്യം ഇല്ലാതാക്കുക. ഉമ്മ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ പെണ്ണിനെ ഇനിയും അങ്ങോട്ട് വിടണോ? ഉപ്പ പൊറുക്കുമ്മ ഇതൊക്കെ. നമ്മളെ ബാപ്പയുണ്ടെങ്കിൽ വിടുമോ? എൻ്റെ കുട്ടി അങ്ങോട്ട് പോകണ്ടെന്നേ പറയുള്ളൂ. ഉപ്പയാണെങ്കിൽ പറയും ഉള്ള പച്ചവെള്ളം കുടിച്ചിട്ടാണെങ്കിൽ ഇവിടെ ജീവിക്കുക, എങ്കിലും ഒരാളുടെ കീഴിലേക്ക് പോകാൻ ഞാൻ സമ്മതിക്കില്ല. അതും അങ്ങനെയൊക്കെ സ്വഭാവം കാണിക്കണേ 1-2 പ്രാവശ്യമല്ല, പല വട്ടങ്ങളിലായിട്ട് ഇങ്ങനൊരു അവോയ്ഡ്നെസ്സൊക്കെ. അവനും അങ്ങനെ തന്നെ. പിന്നെന്താ, അവരുടെ ഉമ്മ ചില സമയത്ത് അങ്ങോട്ട് കയറി ചെന്നാൽ മിണ്ടുക പോലും ഇല്ല കൊണ്ടുവരാൻ വന്നാലൊക്കെ. ഉമ്മ, എൻ്റെ ഉമ്മ ആയതുകൊണ്ട് ഞാൻ പറയില്ല, എൻ്റെ പെങ്ങളോട് എനിക്ക് കുറച്ച് സ്നേഹം ഉണ്ടായതുകൊണ്ട് പറയാണ്. ഉമ്മ മുഹ്സിനെ വിളിക്കേ, ഓളോട് ചോദിക്കുക കാര്യങ്ങൾ. നമ്മളെന്തത് ചെയ്യാനാ? ഓളെ മുന്നിലിട്ട് ചോദിച്ചിട്ട് ഓളെ ഇഷ്ടം പോലെ എന്താ വെച്ചോള് ചെയ്തോട്ടെ. അല്ലാതെ നമ്മൾ പിടിച്ചു വെക്കണതിനുള്ളൊരു അതിര്. ഓനക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അവൻ വരേണ്ടതല്ലേ, വന്നിട്ട് പോലും ഇല്ലല്ലോ. പെട്ടെന്ന് മുഹ്സിന അങ്ങോട്ട് കയറി വന്നു. ഇക്ക. മുഹ്സി, എന്താ പറയും? നിനക്ക് എന്താ പറയുള്ളൂ? പറയും. എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ സിനുവിൻ്റെ കൂടെ പറഞ്ഞേക്കുമായിരുന്നു. മോളെ, നിനക്കിപ്പോഴും അവനോട് ഇത്രയൊക്കെ ചെയ്തിട്ടും എന്താ നീ മനസ്സിലാക്കാത്തത്? ഇക്ക, എനിക്ക് എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ എന്നിങ്ങനെ കഷ്ടപ്പെടുത്തില്ലായിരുന്നു. മോളെ, നിനക്ക് ഇത്രയും വലിയ അപകടകരമായ രീതിയിലുള്ള മെഡിസിനും കാര്യങ്ങളും എല്ലാം തന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇക്ക ഒരിക്കലുമില്ല, സിനോൻ അങ്ങനെ ചെയ്യില്ല. മോളെ, നീ ഒന്ന് മനസ്സിലാക്ക്. നിൻ്റെ അവിടുത്തെ ഉമ്മ തന്നെയാണ് ഇത് കാര്യങ്ങൾ പറയുന്നത്. എല്ലാം ചെയ്തത് സിനാനാണ്. സ്വന്തം പെറ്റുമ്മ മക്കളെ കൊണ്ട് കളവ് പറയുമോ മോളെ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇക്ക, അത് എനിക്ക് സിനുവിനെ. എന്നാ ഫോണ് വിളിക്ക്, ഓനെ വിളിക്ക്, ഈ സമയത്ത് തന്നെ വിളിക്ക്. എൻ്റെ പെങ്ങളുടെ ഭാവി ആലോചിച്ചിട്ട് മാത്രമാണ് ഞാൻ നിന്നെ കൊണ്ട് കൂട്ടിക്കൊണ്ട് വന്നത്. ഇനി ഒരിക്കലും അങ്ങോട്ട് വിടില്ല എന്ന് പറഞ്ഞു. എന്നാ വിളിക്ക്. നിനക്കല്ലേ ഫോണില്ലാത്തുള്ളൂ? ഉമ്മയുടെ ഫോണിലെ നിന്നെ എടുക്കാൻ സമ്മതിക്കാത്തത്. എന്നാ വിളിക്ക്. ആങ്ങള അതാ ആ ഫോൺ അവളുടെ നേരെ നീട്ടി. അവൾ കരഞ്ഞുകൊണ്ട് വേണ്ട. പിന്നെന്താ, നീയല്ലേ പറഞ്ഞത് അവൻ്റെ അടുത്തേക്ക് പോകണം, അവനെ തന്നെ വേണമെന്നുള്ളത്? വിളിക്കും മോളെ. ആയിക്കോട്ടെ, നമുക്കൊരു കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇനി ഇതിൻ്റെ പേരിൽ വല്ല പ്രശ്നങ്ങളും വരികയാണെങ്കിൽ ഒരിക്കലും ഈ ഉമറുൽ ഫാറൂഖ് എന്നുള്ള നിൻ്റെ ആങ്ങളെ കിട്ടില്ല കേട്ടോ.
എന്തെങ്കിലും പറ്റുമ്പോൾ ഓടി വരാനും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനും രക്ഷിക്കാനും ഞാൻ ഇതുവരെ ഒരു മടിയും കാണിച്ചിട്ടില്ല. കാരണം എൻ്റെ പെങ്ങളാണ്, എൻ്റെ ചോരയാണ് നീ. എൻ്റെ ഉപ്പ എന്നെ ഏൽപ്പിച്ചതാണ് 2 മക്കളെ. അതാ ഹസനത്ത് നിക്കാഹിന് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. മോള് പോകണോ? ഇനിയും ഒന്ന് ആലോചിച്ച് നോക്കോ. എന്നാ വിളിച്ച് നോക്ക്. അവൾ വിറക്കുന്ന കൈകളോടെ ആ ഫോൺ വാങ്ങി. അവൾ അതാ നമ്പർ അതൊക്കെയും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സിനാൻ എന്നുള്ള പേര് എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഉണ്ടാവില്ല. നിനക്ക് കാണാപ്പാടെങ്കിൽ വിളിക്കൂ. എന്തൊക്കെ തന്നെയാലും ഭർത്താവിൻ്റെയും ഭാര്യയുടെയും നമ്പർ എല്ലാവർക്കും കാണാപ്പാടമായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സിനാൻ്റെ നമ്പർ അവൾ ഡയൽ ചെയ്യുന്നു. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്താടി പുതിയപ്പോൾ മുങ്ങിയോ? ഇക്കാക്കിയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ മുഹ്സിനക്ക് ഒന്നും ഉത്തരമുണ്ടായിരുന്നില്ല. എന്താ സ്വിച്ച് ഓഫ് ആക്കി പോയല്ലേ? ഇപ്പോൾ തന്നെ മനസ്സിലാക്കാലോ ഓരൊരു ക്രിമിനലാണെന്ന്. ഇല്ല, ഞാനൊന്നും പറയുന്നില്ല എൻ്റെ പെണ്ണേ. നീ നിൻ്റെ ഇഷ്ടം പോലെയൊക്കെ അങ്ങ് തീരുമാനിക്ക്. കാരണം എനിക്കറിയാം, എനിക്കിപ്പോൾ എൻ്റെ വൈഫ് അവളും ഞാനും വേർപെട്ട് നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. മക്കളില്ലാതായിട്ട് പോലും ഞങ്ങൾ ഒരുപാട് ചികിത്സ തേടിയൊക്കെ നടക്കുകയായിരുന്നു. എന്തൊക്കെ തന്നെയായാലും സ്നേഹിച്ചു കഴിഞ്ഞ ഭാര്യയ്ക്കും ഭർത്താവിനും പിരിയാനൊക്കെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് എൻ്റെ പൊന്നു പെങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, മോൾക്ക് ഇഷ്ടമുള്ളത് തീരുമാനിക്കാം. നിനക്ക് നിൻ്റെ ഇഷ്ടം തീരുമാനിക്കാം. അതൊന്നും ഞാൻ വെറുപ്പും മടുപ്പും പറയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ് മോളെ, നിൻ്റെ ഭാവി ജീവിതം അത് സുരക്ഷിതമാകണം. അതാണ് ഈ ആങ്ങളെയായ ഞാൻ കൊതിക്കുന്നത്. ഒരിക്കലും നീ കഷ്ടപ്പെടരുത്. നിൻ്റെ കഷ്ടപ്പാട് കാണാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിൽ നിന്ന് പിന്തിരിയുന്നതും. ഇനി ഞാനായിട്ട് നിൻ്റെ ഇഷ്ടങ്ങൾ നശിപ്പിക്കുന്നില്ല. അതൊക്കെ മോളുടെ ഇഷ്ടമാണ്, മോൾക്ക് തീരുമാനിക്കാം. പക്ഷെ പിന്നീടൊരിക്കലും ഈ ഇക്കയെ വിളിക്കരുത് കേട്ടോ. അത് കേട്ടപ്പോൾ മുഹ്സിനക്ക് ആകെ കൺഫ്യൂഷനായി. റബ്ബേ, എൻ്റെ ആങ്ങള, എൻ്റെ ഇക്കാക്ക ഞങ്ങളെയൊക്കെ പൊന്നുപോലെ നോക്കി കെട്ടിച്ചയച്ച ഇക്കാക്കാനെ വെറുപ്പിക്കാനും വയ്യ, പക്ഷെ സിനാനെ പിരിയാനും വയ്യ. എന്താ റബ്ബേ ഞാൻ ചെയ്യുക? അവളുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. ഉമ്മ അവളെ വിളിച്ചു. മോളെ കണ്ടില്ലേ, നീ വിളിച്ചില്ലേ? എന്താ പറഞ്ഞ സ്വിച്ച് ഓഫ്? അപ്പം തന്നെ മനസ്സിലാക്കാലോ ഓന് എത്രമാത്രം കുറ്റം ചെയ്ത് എവിടേക്കോ പോയി നടക്കുകയാണെന്ന്. ഇക്കാക്ക, മുസ്സി ദയനീയമായി അവനെ വിളിക്കുന്നു. ഇക്കാക്ക, സിനുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് എനിക്ക് കുറച്ച് സംസാരിക്കണം. മോളെ, നീ എന്തിനർത്ഥത്തിലാണ്? നിന്നെ കൊല്ലാൻ ശ്രമിച്ചവരാണ് അവനെ ഞാൻ കണ്ടുപിടിക്കേ. എന്ത് നീ പറയുന്നത്? ഇക്കാക്ക, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ. മോളെ, നിൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ അത് നടക്കട്ടെ. കാരണം എൻ്റെ ഉപ്പ ഇന്നിവിടെ ജീവനോടെ ഇല്ല. പക്ഷെ നീ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരിക്കാൻ എനിക്ക് കഴിയൂല. ഉപ്പ എന്നെ ഏൽപ്പിച്ചു പോയതാണ് നിങ്ങളെയൊക്കെ. മോൾക്ക് വേണ്ടി എന്തും ചെയ്തു തരും. പക്ഷേ മോൾ ആലോചിക്കണം. ഒരിക്കൽ കൂടി ആലോചിച്ചിട്ട് ചെയ്തോ. അല്ലാതെ വാശി പിടിച്ച് നിങ്ങളെ വേർപ്പെടുത്താനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം മനുഷ്യന്മാരാണ്. സ്നേഹം ഉള്ളിൽ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ തന്നെയായാലും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഇക്ക, ഒന്നും കൂടി വിളിച്ചു നോക്കൂ. മോളെ, എന്നാ ഫോണെന്നാ വിളിച്ചോ. ഇക്ക വിളിച്ചാൽ മതി. ഇക്ക, നിങ്ങൾ പോകുന്ന വഴിയിലൊന്ന് നോക്കുമോ? സിനു അവിടെ എവിടെയെങ്കിലും. വീട്ടിലേക്ക് ഇപ്പോൾ പ്രവേശനം ഉണ്ടാവും തോന്നുന്നില്ല. വീട്ടിലേക്ക് കയറ്റാറും ഉണ്ടാവില്ല. ഞാൻ നോക്കാം. ആർക്കറിയാം, അവന് മറ്റൊരു പെണ്ണ് കെട്ടിയതല്ലേ, അവളെ കൂടെ കഴിയുന്നുണ്ടാവും. ഇല്ല, അതൊരിക്കലും ഇല്ല. എന്താടി, പിന്നെന്തിനാ പെണ്ണ് കെട്ടിയത്? അവൻ്റെ കൂടെ കഴിയാനല്ലേ? അല്ലേക്ക, ഉമ്മയെ ബോധിപ്പിക്കാനാണ്. ഉമ്മയെ ബോധിപ്പിക്കാനോ? അതെ, ഉമ്മക്ക് സ്വത്തും തറവാടും സൗന്ദര്യമുള്ള ഒരുപാട് സ്വർണങ്ങളൊക്കെ ഉള്ള തറവാട്ടിൽ നിന്ന് പെണ്ണ് വേണമെന്ന് പറഞ്ഞപ്പോൾ സിനു അങ്ങനെ ചെയ്തതാണ്. നിന്നെ എല്ലാ രീതിയിലെല്ലാം പറ്റിക്കുന്നുണ്ടല്ലോടി. അതൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? എനിക്ക് വിശ്വാസമല്ല. എന്താ, ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നിട്ട് ഉമ്മയെ പറ്റിക്കാനാണെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കുന്നു? ഇനിയിപ്പോൾ നീ ഇല്ലെങ്കിൽ അവനക്ക് എന്തെങ്കിലും ഉണ്ടാവുമോ? അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടത്താൻ അവിടെ ഒരു പെണ്ണുണ്ടല്ലോ. പിന്നെ ഇപ്പം എന്തിനാ നീയേ? മോളെ, ആലോചിച്ചിട്ട് സംസാരിക്കട്ടോ. പിന്നെ സിനാനെ വേണമെങ്കിൽ ഞാൻ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരാം. നിങ്ങൾ വേണമെങ്കിൽ സംസാരിച്ചോളേ, നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ
ഞാൻ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, പിന്നെ ഇക്ക എന്നുള്ള പേരിലിതാ എന്നെ കാണില്ല. ഒരിക്കലും അങ്ങനെ ഒരു ഇക്ക നിൽക്കില്ല എന്ന് നീ മനസ്സിൽ വിചാരിക്കണം. ഓക്കെ? അങ്ങനെയാണെങ്കിൽ മുഹ്സിന പൊട്ടിക്കരഞ്ഞു. ഇക്ക, എൻ്റെ പൊന്നിക്ക. മോളെ നീ കരയണ്ട. നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് നിൻ്റെ ശരീരത്തിനുള്ളിലൊക്കെ ക്ലിയർ ചെയ്യാനുള്ളതാണ്. നീ ഒരുപാട് സങ്കടപ്പെടേണ്ട. ഇക്ക അവളെ നെഞ്ചോട് ചേർത്തു. ഇക്കാൻ്റെ കുട്ടി കരയില്ല കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ ചെയ്തുതരാം. മോൾക്ക് എന്താ ഇഷ്ടം, മോളുടെ ഇഷ്ടങ്ങൾ ഞാൻ നടത്തും. അതിനിപ്പോൾ മരണമാണെങ്കിലും ശരി. ഒരാളെയും വിഷമിപ്പിച്ച് നിർത്തണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമില്ല. എനിക്ക് എപ്പോഴും നിങ്ങളൊക്കെ തന്നെ. എൻ്റെ പെങ്ങളല്ലേ നീ. എൻ്റെ കുട്ടിയെപ്പോലെയാണ് ഞാൻ നിന്നെ വളർത്തുന്നത്. നിന്നെ വിഷമിപ്പിക്കാനും വേദനിക്കാനും ഇക്കാവോ പെണ്ണേ. ഞാനേ ഒന്ന് പുറത്തൊക്കെ നോക്കിയിട്ട് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ. എന്തായാലും ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് എവിടെയോ പോയിരിക്കുകയാണ്. വേറെ വല്ല സിമ്മ് യൂസ് ചെയ്യുന്നുണ്ടാവും. നിനക്കറിയുന്ന നമ്പർ സ്വിച്ച് ഓഫ് ആയിരിക്കും. അറിയില്ല, ഒന്നും വിഷയമല്ല. നിൻ്റെ ഇഷ്ടങ്ങൾ, നിൻ്റെ ആഗ്രഹങ്ങൾ, നിൻ്റെ സ്വപ്നങ്ങളൊക്കെ നടക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇക്ക. മുഹ്സിന കരയുകയാണ്. കരയണ്ട. എന്തിനാ കരയുന്നത്? അവളുടെ കണ്ണുനീരതാ അവളുടെ ആങ്ങള തുടച്ചു കൊടുക്കുന്നു. കരയാൻ പാടില്ല. നമ്മൾ കുറച്ച് കാലത്തെ ജീവിതമല്ലേ, ആകെ കുറച്ച് കാലം. അത് എപ്പോഴാണ് മരണമെന്നും പറയാൻ പറ്റില്ല. അതിനിടയ്ക്ക് ഇഷ്ടങ്ങളൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ നടത്തു തന്നെ. അല്ലാതെ ഒരുപാട് ആൾക്കാരെ വിഷമിപ്പിച്ചിട്ട് ബുദ്ധിമുട്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഞാനത് പഠിച്ചിട്ടുമില്ല, എൻ്റെ ഉസ്താദ് എന്നെ പഠിപ്പിച്ചിട്ടുമില്ല. അതും പറഞ്ഞുകൊണ്ട് അതാ അവിടെ നിന്ന് ഫാറൂഖ് അവിടെ നിന്ന് ഇറങ്ങുന്നു. മോനെ, ഉമ്മയുടെ വിളി. എന്തോ അമ്മ? ഞാൻ പോയിട്ട് വരാം. മോനെ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ സിനാനെ തിരഞ്ഞ്. മോനെ, സിനാനെ തിരഞ്ഞാണ് നീ പോകുന്നത്? നമ്മളെ കുട്ടിയെ കൊല്ല ചെയ്യാൻ ശ്രമിച്ച ഓനെ തിരഞ്ഞ്. ഉമ്മ, ഞാൻ എന്തൊക്കെ പറഞ്ഞതാ? എനിക്കെൻ്റെ പെങ്ങളുടെ ജീവൻ വേണം. അതിനുവേണ്ടി അവളോട് ഞാൻ പറഞ്ഞു. പക്ഷേ മുഹ്സി പറയുന്നൊന്ന് കേട്ടോക്ക്. മുഹ്സിയുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഓൻ തന്നെയാണ്. ഓനെ തിരഞ്ഞ് കണ്ടുപിടിക്കണം. ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫാണ്. ഞാൻ എന്ത് ചെയ്യുക? എൻ്റെ പെങ്ങൾക്കൊരു സന്തോഷം അത് കിട്ടണമെങ്കിൽ അതാവട്ടെ ഉമ്മ. മോനെ, നമ്മൾ വീണ്ടും വടി കൊടുത്ത് അടി വാങ്ങാൻ പോവാണോ? ഉമ്മ, അതൊന്നും എനിക്കറിയില്ല. ജീവിതം തിരഞ്ഞെടുക്കുന്ന അവളാണ്. അവൾക്ക് അവനോട് ഇപ്പോഴും അത്ര ഇഷ്ടമെന്നുണ്ടെങ്കിൽ അവർ ജീവിച്ച് പോയിക്കോട്ടെ. മരിക്കുകയാണെങ്കിൽ ഒരുമിച്ച് മരിക്കട്ടെ ഉമ്മ. നമുക്കെന്താ? എൻ്റെ പൊന്നുമോനെ, എൻ്റെ പൊന്നുമോൻ. വേണ്ടുമൊക്കെ അറിയണ്ട. എല്ലാം പഠിച്ച റബ്ബ് കാണുന്നുണ്ടല്ലോ. നമ്മൾ നേരെ പോകുന്നുള്ള ചിന്താഗതിക്കാരാണ്. നമ്മൾക്കിങ്ങനെ കളവും വഞ്ചനയൊന്നുമില്ല. നമ്മൾക്ക് പഠിച്ച റബ്ബുണ്ടാവും. അതെ, ഞാൻ പഠിച്ചിട്ടുള്ളൂ ഉമ്മ. അല്ലാതെ കള്ളത്തരത്തിലൂടെയൊന്നും നമുക്കൊന്നും നേടാനാവില്ല. ഉമ്മ, ഞാൻ പോയിട്ട് വരാം. അസ്സലാമു അലൈക്കും. അവനതാ കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്യുന്നു. ഉമ്മ വിചാരിച്ചു, പഠിച്ചവനെ എവിടേക്ക് പോകുന്നു, എന്തിനു പോകുന്നു, മോളെ മുഹ്സിയെ, എന്തിനാടി യോനെ പറഞ്ഞയച്ചത്? ഉമ്മ, എനിക്കറിയില്ലുമ്മ. ഞാനെന്താ? ഇക്കാക്കയെ പഠിച്ചോ രക്ഷിക്കും. ഇക്കാക്ക പാവാണ്. എൻ്റെ മനസ്സറിയുന്നതാണ് ഇക്കാക്ക. മോളെ, ഓനങ്ങനെ തന്നെ ദേഷ്യം പിടിച്ച് ചിലപ്പോൾ എന്തെങ്കിലും പറയും. പക്ഷേ അതിലേറെ പെരുത്ത് സ്നേഹമാണ് ഉള്ളത്. മോൾക്ക് നിങ്ങളെ വീട്ടിൽ നിന്ന് അത്രയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടും മോൾക്ക് ഇല്ലുമ്മ, എനിക്ക് സിനുവിന് ഇഷ്ടമാണ് ഇപ്പോഴും. അന്ന് ഞാൻ നിന്നോട് അങ്ങനെ ഒരുപാട് പറഞ്ഞു മോളെ പോകണ്ട. അന്ന് നിങ്ങൾ വയനാട്ടിലേക്ക് റിസോർട്ടിക്ക് അവിടേക്ക് ഇവിടേക്ക് ടൂറ് പോയി. അന്നേ ഞാൻ പറഞ്ഞില്ല മോളെ അന്ന് നിൽക്കണ്ട എന്നുള്ളത്. ഇപ്പം എന്തായി? ലാസ്റ്റ് എൻ്റെ കയ്യുമോ വലിയൊരു മുറിയായി. വയറ്റിനെന്തോ അതും ആക്കി വെച്ചിട്ടുണ്ട്. ആലോചിക്കാൻ വയ്യ. ഉമ്മ, സിനു അങ്ങനെ ചെയ്യില്ല. എനിക്ക് നന്നായിട്ടറിയാം. ഇത്രയൊക്കെ ഒരു ഭർത്താവ് ഉപദ്രവിച്ചിട്ടും എന്തൊരു സ്നേഹമാണ് എനിക്കുള്ളത്. വേറുള്ളവരാണെങ്കിൽ ഇട്ടെറിഞ്ഞ് പോരും. ഇത്രയൊക്കെ എന്നെ കാട്ടിക്കൂട്ടിയിട്ട് നിനക്ക് തീരെ ഒരു ഉമ്മ, സിനു അങ്ങനെ ചെയ്യില്ല. സിനു അങ്ങനെ ചെയ്യില്ല പറഞ്ഞ് ഏതായാലും ഇങ്ങനെയൊക്കെ ആയി കിട്ടി. എപ്പോൾ നോക്കിയാലും സിനു അങ്ങനെ ചെയ്യില്ല. ഇത് മാത്രമേ എനിക്ക് പറയാവുള്ളൂ. എന്നാൽ ഈ സമയം അതാ ടൗണിലൂടെ വാഹനം ഓടിച്ചുകൊണ്ട് അവളുടെ ആങ്ങളെ പോവുകയാണ്. ആ ഭാഗത്തെങ്ങാനും സിനാനുണ്ടോ എന്ന് അവൻ ഇടയ്ക്കിടെ തിരയുന്നുണ്ട്. ഫോണിലേക്ക് വിളിച്ചു നോക്കിയപ്പോഴും സ്വിച്ച് ഓഫ് തന്നെ. തന്നെ എല്ലാവരും വെറുത്തു. തനിക്കാരുമില്ല എന്നതിൻ്റെ പേരിൽ തന്നെയാണ് അവൻ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടതും. എന്നാൽ ഈ സമയം ഉപ്പയും അവനെക്കുറിച്ച് തിരിഞ്ഞ് കാണാതെ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിയിരുന്നു. എന്തായി മനുഷ്യ? പോയിട്ട്? കള്ളനാണോനെ? കള്ളനെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും. എൻ്റെ കുട്ടി എവിടെയാണാവോ? ആഹാ, എനിക്കില്ലാത്ത സ്നേഹം ഇങ്ങക്കുണ്ടല്ലോ. പിന്നെ എല്ലാ തെറ്റുകുറ്റങ്ങളും ചെയ്ത കള്ളന്മാർ പല അടവുകളും പഠിക്കും.
റഷീദ ഒന്ന് മിണ്ടാതിരിക്കുമോ? ആ എനിക്കറിയാം, ഇനിയിപ്പോൾ എല്ലാവരും കൂടി കുറ്റം എൻ്റെ ഭാഗത്തേക്ക് ആക്കാനാണ് ശ്രമം എന്ന് എനിക്ക് നന്നായിട്ടറിയാം. തെറ്റ് ചെയ്തവരെന്തൊക്കെ തന്നെയാലും ശിക്ഷിക്കപ്പെടും, അതിപ്പോൾ ആരാണെങ്കിലും ശരി. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നൊക്കെ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്കുള്ള ഡയലോഗാണ് നിങ്ങൾക്കിത്. പലനാൾ കള്ളൻ ഒരു നാൾ. നിങ്ങളെന്താ കള്ളനായിരുന്നോ? അറബി ചെയ്ത് മോഷ്ടിച്ച് കൊണ്ടുതരുന്നത് നിങ്ങൾ? റഷീദ നാവടക്കിട്ടോ. നാവൊന്നും ഞാൻ അടക്കില്ല, പറയാനുള്ളത് ഞാൻ പറയും, അത് ആരോടാണെങ്കിലും. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ മരുമകൾ മുഹ്സിന ഓളിങ്ങോട്ട് വന്നാലും സിനാനെ ഞാൻ അങ്ങോട്ട് കയറ്റൂല കേട്ടോ. ഓളിവിടെ നിന്നോട്ടെ, ഓളെ ഞാൻ നോക്കിക്കോളാം, ആ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കണ്ട. ഉമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും ആ ഉപ്പ ഞെട്ടിപ്പോയി. ആഹാ, ഇതൊന്നും മനസ്സ് പെട്ടെന്ന് മാറിയോ? എന്താടി അവന് ഇവിടെ എന്താ കയറാൻ പറ്റൂലേ എൻ്റെ വീട്ടിൽ? നിങ്ങളെ വീട്ടിലോ? അല്ലേ, ഇങ്ങനെ ഒരു മരുമക്കളൊക്കെ ഉപദ്രവിച്ചും കാട്ടിയിട്ടൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ട് ഓനെ ഞാൻ കയറ്റൂലെന്ന് തന്നെ പറയണത്. മരുമകളെ കയറ്റും, അതിന് ഞാൻ തയ്യാറാണ്. മുഹ്സിനയെ ഓളിങ്ങോട്ട് വന്നോട്ടെ, ഓള് വരുമ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് സ്വീകരിക്കേ ഉള്ളൂ. ആ അവളിനി വരും, ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി സ്ഥിതിക്ക് അവളിനി വരും, അത് നീ കാത്തിരുന്നു കേട്ടോ. നിൻ്റെ ഭാഗത്തുനിന്ന് ഈ രീതിയിലുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായിട്ട് അവളിനി വരും നിനക്ക് തോന്നുന്നുണ്ടോ? ഇപ്പം എൻ്റെ ഭാഗത്തായില്ലേ ഉപദ്രവങ്ങളൊക്കെ? അതെ, ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ വേണ്ടാത്തും ഇല്ലാത്തും പറയാൻ നിൽക്കണ്ട കേട്ടോ. തെറ്റ് ചെയ്ത് അവന് മുങ്ങി, അത് വിചാരിച്ചാൽ മതി. എന്നാണ് അവന് പശ്ചാത്തപിച്ച് തിരിച്ചു മടങ്ങി വരുന്നേ അന്ന് നോക്കാം ബാക്കി. അല്ലാതെ ഇങ്ങോട്ട് കയറ്റൂല. മുഹ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം, അതായിരിക്കും നല്ലത്. റഷീദ തൻ്റെ ഭാഗം ക്ലിയർ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഈ മാജിക്കെല്ലാം നടത്തുന്നത് എന്നൊന്നും ഉപ്പ അറിയുന്നില്ല. നീ വിളിച്ചാലും നമ്മൾ വരില്ല, വെറുതെ വേണ്ടാത്തിന് നിൽക്കണ്ട. അവൾ അവിടെ നിന്നോട്ടെ, അവൾക്ക് വേറൊരു വിവാഹാലോചന ഞാൻ കൊണ്ടുപോയി കൊടുക്കും. ഓ നിങ്ങൾക്കിപ്പോൾ അങ്ങനെയൊക്കെ പറയാം, പക്ഷേ എനിക്ക് വേദന ഉണ്ട് ഓളോട്. എനിക്ക് ഓളോട് വേദന ഉണ്ടായിട്ടല്ല ഞാൻ ഓളെങ്ങനെ വിളിക്കണത്. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി വിളിച്ച് കാണിച്ചു തരാം. അപ്പോൾ തന്നെ അതാ ഫോൺ എടുക്കുന്നു. ഹേയ് വേണ്ട, എന്തിനു വിളിക്കുന്നു? വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങളൊന്ന് മിണ്ടാതിരിക്കോ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ തന്നെ ഫോൺ എടുത്ത് അതാ മുഹ്സിനയുടെ ഉമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഹലോ, ആ മുഹ്സിയെ, മുഹ്സി ഇവിടെ ഉണ്ട്, കൊടുക്കാം. ഉമ്മയായിരുന്നു ഫോൺ എടുത്തിരുന്നത്. മുഹ്സിയെ മോളെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോളെ എങ്ങനെയുണ്ടടി? എനിക്ക് വല്ലാത്ത സങ്കടടി. എനിക്ക് മോളെ ഉറക്കം വരുന്നില്ലടി. ഈ ഇവിടുന്ന് പോയതിൻ്റെ ശേഷം എന്താ അറിയില്ല. മോൾ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് പോരണട്ടോ, ഉമ്മാൻ്റെ അടുത്തേക്ക്. ഉമ്മാക്ക് ഈ ഇല്ലാതെ നിൽക്കാൻ കഴിയൂലടി. മോൾ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വരണം പെട്ടെന്നതാ. ഉമ്മ ചോറായില്ലേ? മരുമകൾ എത്തുന്നു, മറ്റേ മരുമകൾ ഷാഹിന. ആ ഇവിടെ മോളെ എനിക്ക് കഴിയണില്ലടി. എല്ലാ പണിയും കൂടെയൊക്കെ ചെയ്തിട്ടേ ഉമ്മ. ഇൻഷാ അല്ലാ. മുഹ്സിന കരഞ്ഞുകൊണ്ടാണ് അത് പറയുന്നത്. ഉമ്മ, സിനു അവിടെ. ഹാ നിനക്ക് നിന്നെയൊക്കെ ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും സിനുവിൻ്റെ ചിന്ത മാത്രമേ ഉള്ളൂ മോളെ. അവനുണ്ടോ ഒഴിവാക്കി കളഞ്ഞാളാ? ഒരിക്കലും ഓൻ്റെ ഭാര്യ ഇത് ജീവിക്കണ്ട. ഈ എൻ്റെ മരുമകളായിട്ട് വിട നിന്നോ, പക്ഷേ ഓൻ്റെ കൂടെ കൂട്ടുകൂടെടുത്തിട്ടോ. ഓന് നിന്നെ കൊല്ലാൻ മടിക്കാത്ത ടീമാണ്, ഒന്നിനും മടിക്കൂല. നിനക്ക് ഇത്രയെത്ര കഷ്ടപ്പാടുകൾ ഒന്നുമില്ലെങ്കിൽ എനിക്കും ഉണ്ടാവില്ല ഒരു കുഞ്ഞിക്കാല് കാണാൻ, ഒരു പേരക്കുട്ടിനെ കാണാൻ പോതി. പക്ഷെ ഓനെ സമ്മതിച്ചില്ലല്ലോ. ഓൻ്റെ ലക്ഷ്യം വേറെന്തൊക്കെയാണേ. ഓനെ നമ്മൾ നമ്പാൻ പാടില്ല, ഒരിക്കലും ഓനെ വിശ്വസിക്കാൻ പാടില്ല. മരുമകളോട് വളരെയധികം ദയനീയമായാണ് റഷീദ ഉമ്മ അത് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മുഹ്സിന എന്ത് പറയണം എന്ത് ചെയ്യണമെന്നായിപ്പോയി. എല്ലാ കുറ്റവും സിനുവിൻ്റെ തലയിൽ തന്നെയാണ്. മോൾ അസുഖം മാറിയിട്ട് വരണം കേട്ടോ. പൊന്നു മോളെ, ഞാൻ കാത്തിരിക്കാം. എന്നാൽ ശരി മോളെ, പിന്നെ റെസ്റ്റ് എടുത്തോളൂ കേട്ടോ. സ്നേഹത്തോട് റഷീദ ഉമ്മ ഫോൺ വെക്കുന്നു. മരുമകൾ തൊട്ട് ബാക്കിൽ ഷാഹിന. അല്ലമ്മ, നിങ്ങൾ ആർക്കും വിളിക്കണത്? അവളപ്പോൾ പോയില്ലേ? ഓളോട് വരാൻ വേണ്ടി. എന്തിന്? ഇവിടെ ഒരു മരുമകൾ മതിയെന്നല്ല നിങ്ങൾ നാൾ പറഞ്ഞത്. അങ്ങനെ ഒരു മരുമകൾ ഇല്ല എന്നല്ല പറഞ്ഞത്. നിങ്ങൾ പറ്റിക്കാണോ ആളെ? പിന്നെ എൻ്റെ വീട്ടുകാരൊക്കെ ചിലപ്പം വരും കേട്ടോ. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളങ്ങനെ മരുമകളില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങളെ മോനക്ക് ആദ്യത്തെ ഒരു ഭാര്യ ഉണ്ട് എന്നുള്ള കാര്യമൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല, എൻ്റെ വീട്ടുകാരും പറഞ്ഞിട്ടില്ല. ചോറായില്ലേ? ഇപ്പോഴും ചോറ് അടുപ്പത്താണ്. അത് വെന്തലിഞ്ഞിക്കണ പോയോക്കട്ടെ, ഒന്ന് പോയി ഊറ്റിക്ക. എന്താ ഉമ്മങ്ങൾ ഇങ്ങനെയൊക്കെ പറയണത്? മീനുണ്ട് കൊണ്ടുവന്ന് വെച്ചിട്ട്, ഉപ്പേരിക്കുണ്ട്, ഒന്നും ചെയ്യാനും
അറിയില്ലത്. ഓ തുടങ്ങി മനോട്ട് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവരുമ്പോൾ ചില നിബന്ധനകളുണ്ട്. നിങ്ങളതൊക്കെ തെറ്റിക്കാണ്. ഞാൻ വിചാരിച്ച രീതിയിലേ അല്ലേ ഈ വീട്. ഇത്രക്കും സ്വത്തും മുതലും ഒക്കെ ഉള്ള ജന്മിമാരെ വീട്ടിൽ വളർന്ന് എനിക്ക് എങ്ങനെ ഉമ്മ ഇവിടുത്തെ പണിയും ജോലിയൊക്കെ ചെയ്യാൻ കഴിയുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. അവൾ പെട്ടെന്ന് മുകളിലത്തെ റൂമിലേക്ക് പോയി 2 കൂട്ട് ഡ്രസ്സ് എടുത്ത് കൊണ്ടുവന്നു. ഉമ്മ ഇതൊന്ന് വാഷ് മെഷീനിൽ ഇടാതെ ഒന്ന് ഒലുമ്പെടുത്തോളി. തണലത്ത് തോരണം കേട്ടോ. അതിൻ്റെ സ്റ്റോണും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി നഷ്ടപ്പെടും. അല്ലെങ്കിൽ പിന്നെ അലക്കാൻ കൊടുക്കേണ്ടി വരും. ഡ്രൈ ക്ലീനിങ്ങിന് അതിനേക്കാൾ നല്ല നിങ്ങൾ തന്നെ ഒന്ന് ജസ്റ്റ് ആക്കി ചെയ്തിട്ടാൽ മതി. മരുമകൾ അതാ ഡ്രസ്സ് അലക്കുവാൻ വേണ്ടിയും റഷീദ ഉമ്മയുടെ നേരെ കൊണ്ടുവന്ന് തരുന്നു. റഷീദ ഉമ്മ ശരിക്കും ഞെട്ടി. എന്താണ് എനിക്ക് കയ്യിനല്ലേ? എന്ത് വർത്താനം നിങ്ങളീ പറയുന്നു? ഞങ്ങളൊന്നും ഡ്രസ്സ് അലക്കാറില്ല കേട്ടോ. അതൊക്കെ വേലക്കാർ ചെയ്തു തരും. അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ വേലക്കാരായിട്ട് ഉമ്മക്കായിട്ട് നിങ്ങൾ തന്നെ ഉള്ളത്, നിങ്ങൾ ചെയ്തു തരണം. ഇത് ചെയ്തോടി. ഞങ്ങളിങ്ങനൊന്നും ചെയ്യാറില്ല, അതുകൊണ്ടാണ്. ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്രക്കും മോശപ്പെട്ട വീടാണിതെന്ന്. പക്ഷെ നിങ്ങൾക്കാണെങ്കിൽ സ്പീഡും പോരാ. എന്താ അത്? വേഗം ഒന്ന് ഒലിമ്പിട്ടു കേട്ടോ, തണലത്തിട്ടോളേ. എന്ന് പറഞ്ഞ് ഉമ്മയുടെ നേർക്ക് ആ ഡ്രസ്സ് കൊണ്ടുപോയിട്ടപ്പോൾ ഉമ്മ ശരിക്കും ഞെട്ടിപ്പോയി. പടച്ചോനെ, വല്ലാത്തൊരു കെണിയായി പോയല്ലത്. ഉമ്മ മനസ്സിൽ പറഞ്ഞു, റബ്ബേ, എനിക്ക് കിട്ടിയ ഒരു ആദ്യത്തോളത്തിനോട് വെച്ച് പൊറപ്പിച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ ഓളെ കാലും കയ്യും പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന് കിട്ടിയെങ്കിലായി. അല്ലെങ്കിൽ അതുമില്ല. ഈ കഷ്ടപ്പാട് എന്നും കള്ള സിനാനെ ഞാൻ കാട്ടിക്കൊടുക്കുക. ചെക്കൻ തെണ്ടി എവിടെ നിന്നാണ് ഇവളെ വലിച്ചെറിഞ്ഞ് നിൽക്കുന്നത്? എന്താ ഉമ്മ ആലോചിക്കുന്നത്? വേഗം ചെയ്തോളേ. മരുമകളുടെ വീണ്ടുമുള്ള കൽപ്പന. കുട്ടി, ഞാൻ ഇവിടെ ചോറ് ഊറ്റുന്നൊക്കെ കണ്ടൂടെ? ചോറൊക്കെ വേഗം ഊറ്റിക്കൂടൊക്കെ നേരത്തെ കഴിച്ചുകൂടെ? എന്തിനാ ഫോൺ ചെയ്യാനതെന്നൊക്കെ നിൽക്കുന്നത്? രാവിലത്തെ പണി വേഗം നേരത്തെ വീട്ടിൽ കഴിക്കണം. എൻ്റെ വീട്ടിലത്തെ വേലക്കാരികളൊക്കെ അങ്ങനെ ഉച്ചവരെ ഒന്നും കാത്തിരിക്കൂല. അത് കഴിഞ്ഞിട്ട് അതൊന്ന് ചെയ്തോലിട്ടോ. റഷീദമ്മ ഒന്നും മിണ്ടിയില്ല. തലക്കുള്ളിൽ ആകെ ഭ്രാന്തി പിടിച്ച് നിൽക്കുകയാണ്. എൻ്റെ റബ്ബേ, എന്തൊരു കഷ്ടകാലമാണ് എനിക്ക്. എൻ്റെ പണി തന്നെയാണൊക്കെ. എല്ലാം ചെയ്തത് എൻ്റെ പണി. ഞാനായിട്ട് തന്നെയാണ് മുഹ്സിനെ ഇവിടുന്ന് പായിപ്പിച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും അറിയണ്ട. ഇനിയിപ്പോൾ പറയാൻ പാടില്ലായിരുന്നു സിനാനാണ് അങ്ങനെ കാട്ടിയത് എന്നുള്ളത്. ഇപ്പം പേര് എൻ്റെ മരുന്നാണ് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ ഇനിയിപ്പോൾ ഇങ്ങനെ ഓലായിക്കോ അറിയില്ല. ഒന്നും കൂടി ആ കുട്ടീനെ സോപ്പിട്ട് നോക്കണം. എന്നിട്ട് ഇവിടെ കൊടുന്ന് നിർത്തണം. ഓളാണെങ്കിൽ രാവിലത്തെ പണിയൊക്കെ വേഗം കണ്ട് കഴിച്ചോളും. ഇപ്പോഴത്തെ മരുമകൻ ഡ്രസ്സ് വരെ എൻ്റെ തലയിലാണ് കൊടുത്തിട്ട് തന്നെ തിരുമ്പാൻ. ആ ഡ്രസ്സ് എടുത്ത് നേരെ വാഷിംഗ് മെഷീൻ്റെ അടുക്കിലേക്ക് പോയപ്പോൾ ഷാഹിന, അല്ലമ്മ നിങ്ങളിതെന്താ വാഷിംഗ് മെഷീനിലിടുക? അല്ല, ഇത് സ്റ്റോണൊക്കെ കേടുവരില്ലേ? ആ എടുത്താണ് പുറത്ത് കൊണ്ട് തിരുമ്പിക്കോളി. ദേഷ്യത്തോടെ അത് വലിച്ചെടുത്തു അലക്കുകല്ലിൻ്റെ അടുക്കലേക്ക് എത്തി. ദേഷ്യം കൊണ്ട് എന്തൊക്കെയോ സർഫ് പൊടിയൊക്കെ ഇട്ട്, നോ, അതൊന്നും ഇടണ്ട, ലിക്വിഡ് കുറച്ച് യൂസ് ചെയ്താൽ മതി, അല്ലാതെ സർഫൊന്നും വാരിടണ്ട ട്രെയിലേ. ദേഷ്യം കൊണ്ട് അവർക്ക് എന്തൊക്കെ അടിച്ച് പൊട്ടിക്കണമെന്ന് തോന്നുകയാണ്. പെട്ടെന്ന് ഉപ്പതാ ഒരു ഷർട്ടും മുണ്ടുമായി. എന്നാ റഷീദ, ഇതും കൂടെ എൻ്റെ കൂട്ടത്തിനെ തിരുമ്പിട്ടോ. ഉമ്മയുടെ ഭാഗത്തേക്ക് അങ്ങ് എറിഞ്ഞ് കൊടുക്കുന്നു. എന്താ തന്തേ ഇത്? നിങ്ങൾക്കും കയ്യും കാലില്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഡ്രസ്സ് ചുരുട്ടിക്കൂട്ടി റഷീദ ഉമ്മ അപ്പുറത്തേക്ക് എറിയുന്നു. എന്തേ ചെയ്തത്? മരുമകളുടെ ഡ്രസ്സ് അലക്കി കൊടുക്കണം, എനിക്ക് നിൻ്റെ ഡ്രസ്സ് അലക്കിക്കൂടെ? ഉപ്പ സ്ട്രോങ് ആയി. പിന്നെ അതുകൊണ്ട് എടുത്തേ. അവരെ കൊണ്ട് തന്നെ അത് എടുപ്പിക്കുന്നു. റബ്ബേ, എന്തൊരു ഇടങ്ങാറാക്കൽ. ഇതിപ്പോൾ എല്ലാവരും കൂടി എൻ്റെ നേർക്കായല്ലോ, എൻ്റെ തലയ്ക്ക്. റഷീദ, മാനമര്യാദയിൽ നിന്നട്ടോ. എൻ്റെ ദേഷ്യം ഉണ്ടല്ലോ, അത് ഞാനവിടെ ഒതുക്കും. ആദ്യം ഈ കരുതിക്കോ. അവർ ഉള്ള ദേഷ്യത്തിന് അത് കല്ലിൽ വെച്ച് ഉറക്കെ അടിക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോഴേക്കും ഉപ്പ ഷാഹിനയും, എന്താ ഇത്? മതി, അത് ഒലിമ്പിറ്റായി ഇറത്ത് കൊണ്ടുപോയിട്ടോളി. നല്ല തണലത്ത് വെയിലത്തിനെടുത്തിട്ടോ. ഷാഹിനയുടെ വാക്ക്. അവൾ അത് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് പോയി. ഉമ്മ നേരെ തിരിഞ്ഞ്, രാജകുമാരിയാണെന്ന വിചാരം. മുകളിൽ മാളയപ്പുറത്ത് കയറിയിരിക്കുക. ഒരു കമ്പ്യൂട്ടറും ഒരു ഫോണും എന്തൊക്കെ ചെയ്യുക. നേരത്തിന് ഇങ്ങോട്ട് മുണങ്ങാൻ കയറി വരിക, തിരുമ്പാളുള്ളത് തരിക. എൻ്റെ റബ്ബേ, സിനാന എന്നെ കിട്ടിയാൽ ഞാൻ കല്ലുമ്മ വെച്ച് മുഖരുത് കേട്ടോ. എവിടുന്ന് കിട്ടിയതാടാ ഇതിനെ? തറവാട്ടുകാരി, സ്വത്തുകാരി, ജന്മി. അങ്ങനെയൊക്കെ റഷീദ് ഉമ്മക്ക് ആകെ നിയന്ത്രണം വിടുന്ന പോലെയാണ്. അത് ഉറക്കെ പറയുന്നു. ആ
പെരട്ട ചെക്കന് ഒരു സാധനത്തിനൊക്കെ കൊടുന്നിട്ടിക്കണത്. പെട്ടെന്ന് ഉപ്പ അങ്ങോട്ട് വന്നു. എന്ത് പറഞ്ഞത്? അല്ലേ നിങ്ങളാ പുന്നാര മോനെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ട സാധനത്തിൻ്റെ അതിൻ്റെ മുഴുവൻ ചുമതല ഞാൻ ഏറ്റെടുക്കണം. ഓൾക്ക് വെട്ടി വിഴുങ്ങാൻ ഉണ്ടാക്കി കൊടുക്കണം, ഭക്ഷണം തിരുമ്പി കൊടുക്കണം, അലക്കി കൊടുക്കണം, ഉണക്കി കൊടുക്കണം. എവിടുന്നാണ് എനിക്ക്? റഷീദ, ആദ്യത്തെ മരുമകൾ എങ്ങനെയുണ്ടായിരുന്നു? ഉപ്പയുടെ പരിഹാസം നിറഞ്ഞ ആ ഒരു ചോദ്യം. 10 മാറ്റി പെൺകുട്ടിയായിരുന്നു ഓള്. എല്ലാ പണിയും സുബഹിക്ക് നീച്ച് കഴിച്ച് വൃത്തി വെടുപ്പും എല്ലാം എനിക്കൊന്നും അറിയേണ്ടില്ലായിരുന്നു. അവിടെ കാല് നീറ്റ് അവിടെ ഇരുന്നാൽ മതിയെന്ന്. ചായക്ക് ചായ, ചോറിന് ചോറൊക്കെ നേരത്തിന്. പോരാത്തിന് തൊടുവക്ക് പോകലും ചക്കടലും കൊണ്ടരലും കൂട്ടാൻ വെക്കലും എല്ലാ പണിൻ്റെ മരോള് ചെയ്തിരുന്നു. ആഹാ, അങ്ങനെയാണല്ലോ അല്ലേ? അപ്പോൾ ഏതാ വേണ്ടത്? തറവാട്ടിൽ പറഞ്ഞ പെൺകുട്ടി വേണോ, അതോ സ്വത്തുള്ള പെൺകുട്ടി വേണോ, പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി വേണോ? എൻ്റെ റബ്ബേ, നിങ്ങൾ എല്ലാവരും കൂടി എന്നെ കളിയാക്കിക്കോളി. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? രണ്ടും വേണം, അതെന്നെ ആഗ്രഹിച്ചിരുന്നു. മറ്റോള് പോയില്ലേ? അപ്പോത്തിന് ആ കള്ളത്തണ്ടിൻ്റെ സ്വഭാവം കൊണ്ട് മറ്റോ പോയില്ലേ? പിന്നെ ഓളിങ്ങനെ ഇവിടെ നിൽക്കുമോ? റഷീദ, നിനക്ക് പഠിച്ചവനായിട്ടാണല്ലോ ഇതൊക്കെ തരുന്നത്. ഇത്രക്കും നല്ല സ്വത്തും സമ്പത്തും സൗന്ദര്യവും തറവാടുള്ള മരുമകളെ പഠിച്ചവനായിട്ട് നിനക്ക് തന്നു അല്ലേ? നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇനി നീ അവളങ്ങ് തെറ്റി പോറ്റേണ്ടി വരും, അവളുടെ അലക്കി കൊടുക്കേണ്ടി വരും. ഇതന്നെയാണ് നിനക്കുള്ള ശിക്ഷ. നീ ആയിട്ടല്ലേ ഇത് വേണമെന്ന് പറഞ്ഞ് തിരക്കൂടിയത്? പഴയവളെ എന്തായിരുന്നു വേലക്കാരിയാക്കി ഇവിടെ നിർത്തുക, പുതിയ മരുമകളെ കൊണ്ടുവരിക, എന്നിട്ട് എല്ലാവരെയും കൊണ്ടു നടക്കാനും കാണിച്ചു കൊടുക്കാനും അവള്, മറ്റുള്ള വേലക്കാർ. ഇതല്ലായിരുന്നോ നീ ആഗ്രഹിച്ചത്? അനുഭവിച്ചോ? എനിക്കിതിലൊന്നും ഒരു റോളും ഇല്ല, എല്ലാം നിൻ്റെ പ്ലാനിങ് ആണ്. നീയും നിൻ്റെ മോൻ കൂടി പ്ലാൻ ചെയ്താണ്, അല്ലാതെ വേറൊന്നുമല്ല. എൻ്റെ മോൻ എന്നെ എങ്ങനെ ചതിക്കും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ചതിയോ? അങ്ങനെ തന്നെയാണ്. അവൾ രാജകുമാരിയെ പോലെ കഴിഞ്ഞ കുട്ടിയാണ്, ജന്മികളുടെ വീട്ടിൽ പിറന്നതാണ്. അങ്ങനെ ആകുമ്പോൾ അവർക്ക് വേലക്കാരും കാര്യങ്ങളും, കുളിപ്പിക്കാൻ വരെ ആൾക്കാർ. ഓളോണ്ട് വിളിക്ക്, ഞാൻ കുളിപ്പിച്ച് കൊടുത്തോളാം. കുളിപ്പിക്കാൻ വരെ തോഴിമാരൊക്കെ ഉണ്ടാകുന്ന ടീമാണ്. അവരെയാണ് എനിക്ക് ഈ ഒരു വീട്ടിലേക്ക് വേണമെന്ന് പറഞ്ഞ്. നമ്മളെന്നൊക്കെ പറഞ്ഞാൽ സാധാരണത്തെ രീതിയിൽ ജീവിച്ച് കുറച്ചൊക്കെ പട്ടിണിയും കാലങ്ങളൊക്കെ കഴിഞ്ഞ് ഗൾഫ് പോയി നന്നായി ഉണ്ടായതാണ് ഇതൊക്കെ. അല്ലാതെ ഞമ്മക്കൊന്നും യാതൊരു രീതിയിലുള്ള ഒരു സാമ്പത്തിക ശേഷിയും ഇല്ലായിരുന്നു. പിന്നെയാണ് അഹങ്കാരം തുടങ്ങിയത്. അഹങ്കാരത്തിനുള്ള ശിക്ഷ എന്ന് പറയണ്ട, അതാ ആ കുട്ടിയുടെ ജീവിത ശൈലിയാണ് ഇതൊക്കെ. അതൊക്കെ നീ പോയിട്ട് ഡ്രസ്സ് അലക്കാനൊക്കെ വാങ്ങി എടുക്കണം, കുളിക്കാനാണെങ്കിൽ കുളിപ്പിക്കാൻ കൊണ്ടുപോകണം. ഓൾക്കുള്ള എല്ലാ കാര്യങ്ങളും ഈ ചെയ്ത് കൊടുക്കണം റഷീദ. അതിലൊരു മാറ്റമില്ല. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. നോക്കിക്കോ, നീയായിട്ടല്ലേ വരുത്തി വെച്ചത്. നീയായിട്ട് തന്നെ അങ്ങോട്ട് നോക്കിക്കോ, ഒരുക്കിക്കോ. ഓളെ ഞാനേ ഒരുക്കല്ല, ഒലത്തും ഞാനേ. അത് കേട്ട് ഉപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അനുഭവിച്ചോ? നീയായിട്ട് വരുത്തി വെച്ച് നീയായിട്ട് തന്നെ അനുഭവിച്ച് തീർക്കണം, അല്ലാതെ ഇതിൽ ഞങ്ങൾക്കൊന്നും പങ്കില്ല. റഷീദ ഉമ്മ ദേഷ്യം കൊണ്ട് പുളയുന്നു. ശല്യങ്ങൾ, നാശങ്ങൾ എല്ലാത്തിനും കൊണ്ട് പിടിച്ചിട്ട് ഞാണ്ടല്ലോ കേസ് ഞാൻ കൊടുക്കും. കേസ് കൊടുത്താലും പെടുന്നത് ആരാന്ന് നിനക്ക് നന്നായിട്ടറിയല്ലോ. അത് കേട്ടപ്പോൾ റഷീദ ഉമ്മ ഒന്നും മിണ്ടിയില്ല. എൻ്റെ കള്ളി എങ്ങാനും വെളിച്ചത്താവോ? എല്ലാത്തിനും കൂടി റബ്ബേ. അതിന് ഏറ്റവും നല്ല ഐഡിയ മുഹ്സിനയോട് നല്ല രീതിയിൽ നിൽക്കുക തന്നെയാണ്. എന്നാൽ പിന്നെ ഓളൊന്നും പറയൂല, ഓൾ എൻ്റെ ഭാഗം നിൽക്കും. ഇങ്ങളെ പോലെ ഒന്നല്ല ഓള്, സ്നേഹമുള്ള കുട്ടിയായിരുന്നു. ആര്? എൻ്റെ മുഹ്സി. ഓൾക്ക് എന്നോട് വലിയ വേദനയായിരുന്നു. നിങ്ങളൊക്കെ വെറും കപടന്മാരാണ്. സ്വന്തം ഭർത്താവാണ് പോലും, മോനാണ്. ആർക്കും എന്നോട് സ്നേഹമില്ല. സ്നേഹമുള്ള ഒരേ ഒരു കുട്ടി അത് മുഹ്സി മാത്രമാണ്. ഉമ്മ കള്ളക്കരച്ചിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇനി എന്തൊക്കെയായിരിക്കും മുഹ്സിനയുടെ ജീവിതത്തിൽ സംഭവിക്കുക, സിനാൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ സ്റ്റോറി ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ്.